നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാട വിനോദം ദ 60+ ഇൻവെസ്റ്ററിന്റെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട്ടുള്ള ചിറ്റേത്തുകര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ചിറ്റേത്തുകരയ്ക്ക് ഗ്രാമീണ ഭംഗിയും നഗരഭംഗിയും ഒത്തുചേർന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ധാരാളം പച്ചപ്പും ദൂരെ വളരെ ഉയരത്തിലുള്ള ഫ്ലാറ്റുകളും വില്ലകളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് ചിറ്റേത്തുകര. ഈ കാണുന്ന തോട് കഴിഞ്ഞ ദിവസം വരെ ഓളം മൂടിക്കിടന്നായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ കുട്ടികൾ വള്ളമൊക്കെ ഓടിക്കുന്നത് കാണാൻ സാധിക്കും. ഈ തോടിൻ്റെ സൈഡിൽ കാണുന്നത് നോയൽ ഐവി ക്രീക്ക് എന്ന് പറയുന്ന വില്ലകളാണ്. ആ ദൂരെ കാണുന്നത് റീറ്റി വേൾഡ് എന്ന് പറയുന്ന ഫ്ലാറ്റുകൾ. ഈ വഴി നേരെ ചെന്ന് കയറുന്നത് ചിറ്റേത്തുകരയുടെ പ്രധാന റോഡായ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കാണ്. സമയം ഇപ്പം 7:30 ആയതേ ഉള്ളൂ. ധാരാളം ആൾക്കാർ ജോലിക്കുമൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ഈ റോഡിലൂടെ ഇപ്പോൾ കൊച്ചിൻ മെട്രോയുടെ പണി നടക്കുകയാണ്. അതുകൊണ്ട് തിരക്കും ബഹളവും കൂടുതലാണ്. ഈ കാണുന്ന കെട്ടിടത്തിലാണ് സ്റ്റുഡിയോ, പിന്നെ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ സ്ഥാപനങ്ങളെ ഇരിക്കുന്നത്. തൊട്ടടുത്ത് കാണുന്നത് നോയൽ ഫോക്കസ് എന്ന് പറയുന്ന കെട്ടിടമാണ്. അതിനകത്താണ് മാക്സ് എന്ന് പറയുന്ന തുണി കടയും ഉള്ളത്. ഈ ചിറ്റേത്തുകരയുടെ ഒരറ്റത്ത് ചിത്രപ്പുഴയാറും ചിത്രപ്പുഴ പാലവും, മറ്റേ അറ്റത്ത് എറണാകുളം ജില്ലാ ജയിലും കൊച്ചിൻ ഇക്കണോമിക് സോണുമാണ്. അപ്പം നമ്മൾക്ക് ആദ്യം ചിത്രപ്പുഴയിലേക്ക് പോകാം. ചിത്രപ്പുഴയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം കാണുന്നത് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയുടെ എൻട്രൻസ് ആണ്. ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയുടെ എൻട്രൻസ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കൊച്ചിൻ വാട്ടർ മെട്രോ കാക്കനാട് സ്റ്റേഷനിലേക്ക്. ഇതാണ് ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേയിലേക്കുള്ള എൻട്രൻസ്. ഈ തൊട്ടടുത്ത് അതിന് കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ അബാ സോഫ്റ്റിൻ്റെ കെട്ടിടം കാണാം. ഇത് കഴിഞ്ഞാൽ ചിത്രപ്പുഴ പാലമാണ്. ഈ കിടക്കുന്ന വണ്ടി, ഈ ബസ്, ഇത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഓടുന്ന ബസ്സാണ്. ആ താഴെ ഈ JCB കയറി വന്ന വഴിയിലൂടെയാണ് നമ്മുടെ കാക്കനാട് വാട്ടർ മെട്രോയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടത്. ചിത്രപ്പുഴയാർ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു പുഴയാണ്. വളരെ പരന്ന് വിശാലമായി കിടക്കുന്ന ഒരു പുഴയാണ്. വലിയ നീളമുള്ള ഒരു പാലവുമാണ് ചിത്രപ്പുഴ പാലം എന്ന് പറയുന്നത്. ഫുട്പാത്തിൻ്റെ ഗുണം കൊണ്ട് മുമ്പിൽ പോകുന്ന പ്രായമായ മനുഷ്യൻ ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത്. ഈ കാണുന്നത് ചിത്രപ്പുഴ ആറാണ്. ഈ കാണുന്ന പൈപ്പ്, ആ മഞ്ഞ ഇതുള്ളത് BPCLൻ്റെ ഓയിൽ പൈപ്പാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ അമ്പലമുകളിലെ റിഫൈനറിയുടെ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഈ പാലത്ത് നിന്ന് ഈ സൈഡിൽ നിന്ന് നമ്മൾ വലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാക്കനാട് വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ കാണാൻ പറ്റും. ഇനിയും നമുക്ക് കൊച്ചിൻ ഇക്കണോമിക് സോണിലേക്ക് യാത്ര ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ താഴെ ഒരു കടവുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നോക്കാം. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ചിത്രപ്പുഴയാറ്. ഈ ചിത്രപ്പുഴയാറിൻ്റെ സൈഡിൽ ദൂരെ കാണുന്ന കെട്ടിടം രാജഗിരി കോളേജിൻ്റെ കെട്ടിടമാണ്. ഈ കാണുന്നത് രാജഗിരി കോളേജിൻ്റെ കെട്ടിടമാണ്. ഇനി നമ്മൾക്ക് മെയിൻ റോഡിലേക്ക് കയറി നേരെ കൊച്ചിൻ ഇക്കണോമിക് സോൺ ലക്ഷ്യമാക്കി പോവാം. കൊച്ചിൻ ഇക്കണോമിക് സോൺ അഥവാ സെസ്സിലേക്ക് കുറച്ച് ദൂരങ്ങളോടെ ഉള്ളൂ. നമ്മൾ എത്താറായി കഴിഞ്ഞു. നമ്മൾ ഈ ആദ്യം കാണുന്ന ഈ തലയെടുപ്പുള്ള കെട്ടിടം എന്ന് പറയുന്നത് മുത്തൂറ്റ് ടെക്നോപോളിസ് എന്ന് പറയുന്ന കെട്ടിടമാണ്. ധാരാളം സോഫ്റ്റ്വെയർ കമ്പനീസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത് കാണുന്നതാണ് കൊച്ചിൻ ഇക്കണോമിക് സോണിൻ്റെ പ്രധാന കവാടം. ഇതിനകത്തും ധാരാളം കമ്പനികളുണ്ട്. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഈ നടന്നു വരുന്നത്, ബസ്സിൽ വന്നിറങ്ങുന്നതുമൊക്കെ.
അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഒറ്റ കാഴ്ചകൾ കൊണ്ട് നിർത്തുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കാതിരിക്കുക. ഈ കാണുന്നതാണ് ഫ്രീഡം ഫുഡ് ഫാക്ടറി. എറണാകുളം ജില്ലാ ജയിലിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ നന്ദി.